നമസ്കാരം. ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1201 സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയാണ്. അശ്വതി മുതൽ മൂലം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ നമുക്ക് പൂരാട നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് പൂരാട നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവത്തെ ഒന്ന് പരിശോധിക്കാം. ദൃഢ സൗഹൃദോ വിനീതോ ബഹുപ്രജാവാൻ ഗുണേശ്വരോ ധീമാൻ ഇഷ്ടാനന്ദ കളത്രോ ഭോഗി നൃപസൽകൃതശ്ച ജലദേവേ. അതായത് പൂരാട നക്ഷത്രത്തിൽ ജനിക്കുന്നവർ നല്ല ബന്ധുത്വമുള്ളവരായും വിനീതരായും വളരെ സന്താനങ്ങളും സംഘാധിപത്യവും ബുദ്ധി സാമർഥ്യവും ഉള്ളവരായിട്ടും ഇഷ്ടാനുസരണം ആനന്ദിക്കത്തക്ക ഭാര്യയോട് കൂടിയവരായിട്ടും അഥവാ കളത്രത്തോടു കൂടിയവരായും ഭോഗസുഖവും രാജസമ്മാനവും ലഭിക്കുന്നവരായും ഭവിക്കും എന്നാണ്. ഇനി നമുക്ക് കൊല്ലവർഷം 1201 പൂരാട നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. വ്യാഴം 7-ലും 8-ലുമായിട്ട് സഞ്ചരിക്കുകയാണ്. ശനി 4-ൽ കണ്ടകശനിയായി തുടരുകയാണ്. രാഹു 3-ലും കേതു 9-ലുമായിട്ടാണ് വരുന്നത്. പൊതുവെ അനുകൂലമായിട്ടുള്ള വർഷം തന്നെയാണ് പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് കൊല്ലവർഷം 1201. ജീവിതത്തിൽ മുന്നേറാൻ നിരവധി അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. എന്നാൽ കണ്ടകശനി ആയതുകൊണ്ട് തന്നെ തടസ്സങ്ങളെയെല്ലാം അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. തൊഴിൽ നേടുന്നവർക്ക് കഴിവിനൊത്ത ഉപജീവന മാർഗം തെളിഞ്ഞു വരുന്നതാണ്. സ്വന്തം ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് അത് വിപുലീകരിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ബാങ്ക് വായ്പകളൊക്കെ ആവശ്യമുള്ളവർക്ക് അതിനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. എന്നാൽ പുതിയ വീടൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അക്കാര്യത്തിൽ തടസ്സങ്ങൾ വന്നു ചേരാം. പലപ്പോഴും മനസ്സ് മടക്കുന്ന അവസ്ഥയും ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ പരിശ്രമവും തുടർ പ്രവർത്തനങ്ങളും നിർബന്ധമായും ചെയ്യേണ്ടതായിട്ടുണ്ട്. വാഹനം ഉപയോഗിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ ഒക്കെ ആവശ്യമായി വന്നേക്കാം. രോഗം മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് തുടർ ചികിത്സയിലൂടെ അതിൽ നിന്ന് ആശ്വാസം നല്ല രീതിയിൽ ലഭിക്കുന്നതാണ്. പൊതുവെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. 7-ലെ വ്യാഴം അനുരാഗ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ഒക്കെ അനുകൂല സാഹചര്യം ഒരുക്കുന്നതാണ്. പുതിയ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. പൊതുവെ എല്ലാ ആൾക്കാർക്കും ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകുന്ന സമയമാണ്. വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്ന പുരാട നക്ഷത്രക്കാർക്ക് അതിനും സാധിക്കുന്നതാണ്. പുരാട നക്ഷത്രക്കാരെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. അത് നിങ്ങൾക്ക് നല്ലൊരു അറിവ് പകർന്നു നൽകുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.